സോളാർ സമരവുമായി ബന്ധപ്പെട്ടുള്ള ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലുകൾ തള്ളി ആർഎസ്പി നേതാവ് എൻ.കെ. പ്രേമചന്ദ്രൻ. യുഡിഎഫുമായി ചർച്ച നടത്താൻ തന്നെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. യുഡിഎഫ് നേതൃത്വവുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇടപെടൽ നടത്തിയിട്ടില്ല. എന്നാൽ കൂടിയാലോചനകൾ നടന്നിട്ടുണ്ടാകാമെന്നും എൻ.കെ. പ്രേമചന്ദ്രൻ പ്രതികരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേർന്നുണ്ട്. ടിൻഡു, ഈ ആരോപണങ്ങളെ അല്ലെങ്കിൽ ഈ വെളിപ്പെടുത്തലുകളെ തള്ളുമ്പോഴും ഈ ഒരു ചർച്ചകൾ നടന്നിട്ടുണ്ടാകാമെന്നുള്ളൊരു പരോക്ഷമായൊരു ഒരു ശരിവെപ്പല്ലേ ഇപ്പോൾ എൻ.കെ. പ്രേമചന്ദ്രൻ നടത്തുന്നത്? തീർച്ചയായും വിഷ്ണു, അത്തരത്തിലുള്ളൊരു ശരിവെപ്പലാണ് നടന്നിട്ടുള്ളത്. അതായത് സോളാർ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ഒത്തുതീർപ്പ് ചർച്ചകളിലൊന്നും താൻ പങ്കെടുത്തിട്ടില്ല. താൻ സമരം നടക്കുന്ന സമയത്ത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ ഇടതുഭാഗത്തുള്ള ഗേറ്റിന് മുന്നിൽ പ്രസംഗിക്കുന്ന സമയത്താണ് അന്നത്തെ പാർട്ടി സെക്രട്ടറി തന്നെ AKG സെന്ററിലേക്ക് ക്ഷണിക്കുന്നത്, AKG സെന്ററിലേക്ക് വിളിക്കുന്നത്. AKG സെന്ററിൽ എത്തുമ്പോൾ തന്നെ പാർട്ടി നേതാക്കന്മാരും ഒക്കെ ഈ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കാണാനായി എല്ലാം ഒരുക്കി കാത്തിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനം വിട്ട് അന്നത്തെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി പത്രസമ്മേളനം വിളിച്ച് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നു എന്നറിയിക്കുകയും സമരം പിൻവലിക്കുകയും ചെയ്യുന്നത്. സമരത്തിന്റെ പ്രധാന ആവശ്യമെന്ന് പറയുന്നത് തന്നെ മുഖ്യമന്ത്രി ആദ്യം രാജിവെക്കുക, ഈ രാജിവെച്ചതിനു ശേഷം ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക തുടങ്ങിയതായിരുന്നു സമരത്തിന്റെ പ്രധാന ആശയം. ഒരുപക്ഷെ സെക്രട്ടേറിയറ്റ് ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സമാനതകളില്ലാത്തൊരു സമരമായിരുന്നു അന്ന് നടന്നതെന്നും എൻ.കെ. പ്രേമചന്ദ്രൻ പറയുന്നുണ്ട്. പക്ഷേ ഈ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലിൽ പറഞ്ഞിട്ടുള്ളത് ചെറിയാൻ ഫിലിപ്പ് ജോൺ ബ്രിട്ടാസിന് ഫോൺ നൽകുകയും ജോൺ ബ്രിട്ടാസും അതുപോലെ തന്നെ തിരുവഞ്ചൂരും തമ്മിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്രതിനിധിയായി ചർച്ചയ്ക്ക് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ട് നിന്നത് എൻ.കെ. പ്രേമചന്ദ്രൻ എന്നൊരു വെളിപ്പെടുത്തലാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അത്തരത്തിലുള്ളൊരു ഇടനിലക്കാരനായിട്ട് അല്ലെങ്കിൽ LDFന്റെ പ്രതിനിധിയായിട്ട് ചർച്ചയ്ക്ക് പങ്കെടുത്തിരുന്നില്ല എന്ന് തന്നെയാണ് എൻ.കെ. പ്രേമചന്ദ്രൻ ഉറപ്പിച്ചു പറയുന്നത്. ജുഡീഷ്യൽ അന്വേഷണം നടത്തിയതിനു ശേഷം സമരം അവസാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്തിയതിനു ശേഷം പരിഗണനാ വിഷയങ്ങൾ, അതായത് LDFന്റെ പരിഗണനാ വിഷയങ്ങൾ തയ്യാറാക്കി അത് അന്നത്തെ മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു. പരിഗണനാ വിഷയങ്ങൾ തയ്യാറാക്കുന്ന കാര്യത്തിൽ മാത്രമാണ് തന്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. മറിച്ച് സമരം ഒത്തുതീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടോ ഇടനിലക്കാരനായി നിന്നുകൊണ്ടോ ഒരു തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഇടനിലക്കാർ എന്ന് പറയുന്നത് തന്നെ എന്തെങ്കിലും കൈമാറ്റം ചെയ്യുകയോ അല്ലെങ്കിൽ പണമായോ മറ്റ് കേസുകളുമായോ ബന്ധപ്പെട്ട് എന്തെങ്കിലും കൈമാറ്റം ചെയ്യുന്നതിനെയാണ് ഇടനിലക്കാർ എന്ന് പറയുന്നത്. ഒരു സമരമാകുമ്പോൾ സ്വാഭാവികമായിട്ടും സമവായ ചർച്ചകൾ ഉണ്ടാകും. അത്തരത്തിലുള്ള സമവായ ചർച്ചകൾ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിനായിട്ട് AKG സെന്ററിൽ ഇത്തരത്തിൽ LDFന് അല്ലെങ്കിൽ CPMന്റെ പ്രതിനിധികൾ കാത്തിരുന്നത് എന്നൊരു വെളിപ്പെടുത്തലും ഈ എൻ.കെ. പ്രേമചന്ദ്രൻ പറയുന്നുണ്ട്. എന്തായാലും ഈ ചർച്ചകളിലും അല്ലെങ്കിൽ സമവായ ഇടപെടലുകളൊന്നും താൻ ഉണ്ടായിട്ടില്ല. പരിഗണനാ വിഷയങ്ങൾ തയ്യാറാക്കുന്ന സമയത്തുണ്ടായിരുന്നു. മറ്റു ഇടനിലക്കാരനായിട്ട് നീക്കേണ്ട കാര്യം തനിക്കുണ്ടായിരുന്നില്ല. അതൊക്കെ പാർട്ടിയിൽ നടന്നിരിക്കണം എന്ന് തന്നുള്ള ഒരു കാര്യവും കൂടി എൻ.കെ. പ്രേമചന്ദ്രൻ പറഞ്ഞു വെക്കുന്നുണ്ട്. വിഷ്ണു, വ്യക്തമാണ്. ടിൻഡു ദാസാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.